Hi my dear students, myself Anu Shashidharan, Biology Faculty of NR Academy. Today we are going to discuss an important chapter, that is Organism and Population. നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്സിൽ ഇക്കോളജി എന്ന വിഭാഗത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒരു ചാപ്റ്ററാണ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഈ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ first of all let me introduce one of the most important branch in biology. ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ഇക്കോളജി. നിങ്ങൾക്കറിയാം, ഇക്കോളജി it is the study of interactions among organisms and between the organisms and their surroundings. അതായത് ജീവജാലങ്ങൾ പരസ്പരം ഉള്ള ഇൻറ്ററാക്ഷൻസ്, അതുപോലെ തന്നെ ജീവജാലങ്ങളും അവരുടെ പരിസ്ഥിതിയുമായുള്ള ഇൻറ്ററാക്ഷൻസ്, ഓക്കെ, എബയോട്ടിക് ഫാക്ടേഴ്സുമായുള്ള ഇൻറ്ററാക്ഷൻസ്, ഇത്തരത്തിലുള്ള ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ബയോളജിയിലെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ഏത്? ഇക്കോളജി. ഓക്കെ, നമ്മൾ ഈ ഇക്കോളജി എന്ന കോൺസെപ്റ്റിൽ there are 4 levels of biological organization. നിങ്ങൾ ബയോളജിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്, അല്ലേ? സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നൊക്കെ നിങ്ങൾ ക്ലാസ് +1 പഠിച്ചിട്ടുണ്ട്. ഒരേ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം സെല്ലുകൾ ചേരുമ്പോൾ അത് ടിഷ്യൂസും, ഒരേപോലെയുള്ള ടിഷ്യൂസുകൾ ചേരുമ്പോൾ അത് ഓർഗൻസും, അല്ലേ? ഒരേ ഫങ്ഷൻ നിർവഹിക്കുന്ന ഓർഗൻസ് ചേരുമ്പോൾ അത് ഓർഗൻ സിസ്റ്റവും, ഒന്നിലധികം ഓർഗൻ സിസ്റ്റംസ് ചേരുമ്പോൾ അത് ഓർഗാനിസവും ആയി മാറും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ ബയോളജിക്കൽ ഓർഗനൈസേഷൻ 4 ലെവലാണ്. ഏതൊക്കെയാണ്? ഓർഗാനിസംസ് ലെവൽ, പോപ്പുലേഷൻ ലെവൽ, കമ്മ്യൂണിറ്റി ലെവൽ ആൻഡ് ബയോം ലെവൽ. ഇങ്ങനെ 4 ലെവലിലാണ് നമ്മൾ ബയോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത്. ഇക്കോളജിയിലെ ഏറ്റവും ബേസിക് ലെവൽ, അടിസ്ഥാനപരമായ ലെവൽ എന്ന് പറയുന്നത് ഓർഗാനിസംസ് ലെവലാണ്. ജീവജാലങ്ങൾ എന്നുള്ള മീനിങ് ആണ്. ഓർഗാനിസംസ് അതിലെ പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്സ്, ഇവരെല്ലാം വരുന്ന ഗ്രൂപ്പാണ് നമ്മൾ ഓർഗാനിസംസ്, ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. ഇക്കോളജിയിലെ ബേസിക് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. സോ എന്താണ് പോപ്പുലേഷൻ? നമ്മൾ ടോപ്പിക്കിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷനെ കുറിച്ചാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പോപ്പുലേഷൻ? എന്താണ് പോപ്പുലേഷൻ ചോദിച്ചാൽ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഓഫ് ദ സെയിം സ്പീഷീസ്. കുട്ടികളെ, ഒരേ സ്പീഷീസിലുള്ള ഒരു കൂട്ടം ഓർഗാനിസങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. പലതരത്തിലുള്ള പോപ്പുലേഷൻ നിങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ കാണാം, അല്ലേ? ഡോഗിൻ്റെ പോപ്പുലേഷൻ, കാറ്റ്സിൻ്റെ പോപ്പുലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, അല്ലേ? പലതരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ പോപ്പുലേഷൻ. ഇപ്പോൾ ഒരേ സ്പീഷീസിൽ വരുന്ന ഒരു കൂട്ടം ഓർഗാനിസങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പോപ്പുലേഷൻ. നമ്മൾ ഇക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പോപ്പുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോപ്പുലേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ഇൻഹാബിറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ഓർഗാനിസംസ്. കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഷുഡ് കം അണ്ടർ ദ സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിൽ വരുന്ന ഒരു കൂട്ടം ഓർഗാനിസങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം, ഒന്നിലധികം പോപ്പുലേഷൻസ് ചേരുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയായി മാറും, അല്ലേ? ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഡോഗ് പോപ്പുലേഷൻ, കാറ്റ് പോപ്പുലേഷൻ, ഇങ്ങനെ ഒരുപാട് പോപ്പുലേഷൻസ് ചേരുമ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റി ആയി മാറും. ഒന്നിലധികം കമ്മ്യൂണിറ്റീസ് ചേരുമ്പോഴാണ് ഒരു ഹയർ ലെവലിലേക്ക് വരുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ സേ ബയോംസ്. ഇതിനിടയിൽ നമ്മൾ മറ്റൊരു ലെവൽ കൂടിയുണ്ട്, അതായത് ഇക്കോസിസ്റ്റം ലെവൽ. അതായത് ഒന്നിലധികം കമ്മ്യൂണിറ്റീസ് ചേരുമ്പോൾ അത് ഇക്കോസിസ്റ്റംസ് ആയി മാറും. ഒന്നിലധികം എക്കോസിസ്റ്റംസ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതൊരു ബയോം ആയിട്ട് മാറും. എന്താണ് എക്കോസിസ്റ്റം എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കോസിസ്റ്റത്തെ കുറിച്ച്. ഇറ്റ്സ് എ ഡൈനാമിക് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്
ഷോയിങ് ഇന്ററാക്ഷൻസ് എമംഗ് ദംസെൽസ് ആൻഡ് വിത്ത് ദെയർ സറൗണ്ടിങ്സ് എന്നല്ലേ? അതായത് ജീവനുള്ളവരും ജീവനില്ലാത്തവരുമൊക്കെ ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു ഡൈനാമിക് സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് എക്കോസിസ്റ്റം. പോണ്ട് ഒരു എക്കോസിസ്റ്റമാണ് അല്ലേ? അതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അക്വേറിയം ഒരു ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിലധികം എക്കോസിസ്റ്റംസ് ചേരുമ്പോൾ അതൊരു ബയോമായിട്ട് മാറും. എന്താണ് ബയോം എന്ന് പറഞ്ഞാൽ? ബയോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാർജ് റീജിയണൽ യൂണിറ്റ് ഇൻഹാബിറ്റഡ് എ പർട്ടിക്കുലർ ഫ്ലോറ ആൻഡ് ഫോണ. അതായത് പ്രത്യേക തരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ലാർജ് റീജിയണൽ യൂണിറ്റിന് വിളിക്കുന്ന പേരാണ് ബയോംസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒരു ബയോമാണ്, ഡെസേർട്ട് ഒരു ബയോമാണ്, തുന്ദ്ര റീജിയൻ ഒരു ബയോമാണ്, ആർട്ടിക് തുന്ദ്ര, ഡെസിഡിയസ് ഫോറസ്റ്റ് ഒരു ബയോമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിലധികം കമ്മ്യൂണിറ്റീസ് ചേരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം ഇക്കോസിസ്റ്റംസ് ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? ബയോംസ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് ബയോം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇറ്റ്സ് എ ലാർജ് റീജിയണൽ യൂണിറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മേജർ വെജിറ്റേഷൻ. ആ പ്രത്യേക ബയോമുമായി ബന്ധപ്പെട്ട ഒരു മേജർ വെജിറ്റേഷൻ അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ പ്രത്യേക റീജിയനിൽ പ്രത്യേക തരത്തിലുള്ള പ്ലാന്റ്സ്, ഫോർ എക്സാമ്പിൾ ഗ്രാസ് ലാൻഡ് ആണെങ്കിൽ അവിടുത്തെ മേജർ വെജിറ്റേഷൻ എന്തായിരിക്കും? ഗ്രാസുകളായിരിക്കും അല്ലേ? അത്തരത്തിലൊരു മേജർ വെജിറ്റേഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് മേജർ ഫ്ലോറ ഉണ്ടാകും. അതുപോലെ തന്നെ അസോസിയേറ്റഡ് ഫൗണ, ഫൗണ മീൻസ് ആനിമൽസ്, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആനിമൽസും ഉൾപ്പെടുന്ന ഈ ലാർജ് റീജിയണൽ യൂണിറ്റിന് വിളിക്കുന്ന പേരാണ് ബയോംസ്. കുട്ടികളെ, ഇങ്ങനെ 4 ലെവൽസിലാണ് നമ്മൾ ബയോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത്. പ്രത്യേകിച്ചും എക്കോളജിയിൽ നമ്മൾ 4 തരത്തിലുള്ള ബയോളജിക്കൽ ഓർഗനൈസേഷൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഫസ്റ്റ് വൺ ഓർഗാനിസം ലെവൽ, സെക്കൻഡ് വൺ പോപ്പുലേഷൻ ലെവൽ, തേർഡ് വൺ കമ്മ്യൂണിറ്റി ലെവൽ, ഫോർത്ത് വൺ ബയോം ലെവൽ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, there are different types of biomes അല്ലെ? പല തരത്തിലുള്ള ബയോംസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡെസേർട്ട് ഉണ്ട്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, കോണിഫറസ് ഫോറസ്റ്റ് ഉണ്ട്, ആർട്ടിക് തുന്ദ്രയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബയോംസ്. ഇങ്ങനെ പലതരത്തിലുള്ള ബയോംസ് ഫോം ചെയ്യാനുള്ള കാരണം അവിടെയുള്ള ചേഞ്ചസ്. എന്തിനുള്ള ചേഞ്ചസ് ആണ്? അവിടെയുള്ള എന്താ പറയുക, ക്ലൈമാറ്റിക് സിറ്റുവേഷൻസിലുള്ള ചേഞ്ച് അല്ലേ? സീസണൽ വേരിയേഷൻസ്, പലതരത്തിലുള്ള സീസൺസ്, അവിടെയുള്ള ക്ലൈമറ്റിക് ചേഞ്ചസ്, അവിടെ കിട്ടുന്ന മഴയുടെ അളവ്, അവിടെ കിട്ടുന്ന ടെമ്പറേച്ചറിൻ്റെ അളവ്, ഇതെല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ബയോമിലും കിട്ടുന്ന ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ തന്നെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മഴയിലൂടെയും മഞ്ഞിലൂടെയും കിട്ടുന്ന വാട്ടറിൻ്റെ അളവാണ് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ പ്രസിപ്പിറ്റേഷനും ടെമ്പറേച്ചറിൻ്റെയും കാര്യമെടുത്താൽ ഓരോ ബയോമും ഡിഫറൻ്റ് ആണ്. ഇത്തരത്തിൽ ഓരോ ബയോംസിലും ലഭിക്കുന്ന മഴയുടെയും അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ്റെയും അതുപോലെ ടെമ്പറേച്ചറിൻ്റെയും അളവ് കാണിക്കുന്ന ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ഈ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഓരോ ബയോമിലും കിട്ടുന്ന പ്രസിപ്പിറ്റേഷൻ, അതായത് വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന ആനുവൽ ടെമ്പറേച്ചറും എന്താണ്? ഡിഫറൻ്റ് ആണ്. ഈ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷൻ ആണ്. അതായത് മഴയിലൂടെയും മഞ്ഞിലൂടെയും ഒക്കെ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ, അതാണ് നമ്മൾ ഇവിടെ മീൻ ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിൽ കാണിച്ചിരിക്കുന്നത് മീൻ ആനുവൽ ടെമ്പറേച്ചർ ആണ്. ഇവിടെ നമ്മൾ 4-5 ടൈപ്പ് ബയോംസ് കാണിച്ചിരിക്കുന്നു. ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡെസേർട്ട് ബയോമാണ്. എന്താണ് ഡെസേർട്ട് ബയോമിൻ്റെ പ്രത്യേകത? അവിടെ കിട്ടുന്ന പ്രസിപ്പിറ്റേഷൻ്റെ അളവ് വളരെ കുറവാണ്. എറൗണ്ട് ഒരു 25 സെൻറ്റിമീറ്റർ മഴയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ആനുവലി ഇവിടെ കിട്ടുന്നത് അല്ലേ? അതുപോലെ തന്നെ അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടുത്തെ ഇപ്പോൾ ഒരു ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ടൊരു 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അവിടുത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് നന്നായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇനി നമുക്ക് നേരെ തിരിച്ച് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലേക്ക് വരാം. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഫോറസ്റ്റുകളാണ്. അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ വളരെ കൂടുതലാണ്. എറൗണ്ട് 200 to
450 സെൻറ്റിമീറ്റർ അവിടെ ലഭിക്കുന്ന ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എന്താ പറയുക ഫ്ലോറ പല പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ കേസെടുത്താൽ വളരെയധികം റിച്ചസ്റ്റ് ആണ്. മീൻസ് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് ഒക്കെ കാണപ്പെടുന്ന ഒരു ഫോറസ്റ്റാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾ കോണിഫറസ് ഫോറസ്റ്റ് എടുക്കുക. കോണിഫറസ് ഫോറസ്റ്റിലും ഏതാണ്ട് 50 to 170 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ ബയോമും എടുത്ത് അനലൈസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല. എങ്കിലും ഈ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് ഈ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾ ആർട്ടിക് ആൻഡ് അൽപൈൻ തുന്ദ്ര എടുത്ത് നോക്കുക. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് ബിലോ 0 ഡിഗ്രി ആണ്. കണ്ടില്ലേ, 0 ഡിഗ്രിക്കും താഴെ വരെ അവിടെ ടെമ്പറേച്ചർ വരുന്നുണ്ട്. അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ വളരെ കുറവാണ് അല്ലേ. അതുപോലെ ടെമ്പറേറ്റ് ഫോറസ്റ്റ് അവിടെയും എന്താണ് ടെമ്പറേച്ചറും അത്യാവശ്യമുണ്ട്, അത്യാവശ്യം മഴയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ബയോമുകളും ഡിഫറൻ്റ് ആണ്. പ്രത്യേകിച്ചും അവിടെ ലഭിക്കുന്ന ആനുവൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ആനുവൽ പ്രസിപ്പിറ്റേഷനും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അത്യാവശ്യം എവിടെയാണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കിട്ടുന്നത്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്, എവിടെയാണ് ഏറ്റവും കുറവ് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇത് നമ്മൾ ഓരോ ബയോംസിൻ്റെയും ജീവജാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം അല്ലേ. അവിടെ ജീവിക്കുന്ന ഓർഗാനിസംസ് എല്ലാ ബയോംസിലും ഒരേ തരത്തിലുള്ള ഓർഗാനിസംസ് ആണോ കാണപ്പെടുന്നത്? രാജസ്ഥാൻ ഡെസേർട്ടുകളിലുള്ള ജീവജാലങ്ങളാണോ നമ്മുടെ നാട്ടിലുള്ളത്? അല്ല, ഓരോ ബയോംസിലും ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ആണ് കാണപ്പെടുന്നത്. എന്താണ് അതിനുള്ള കാരണം? ഓരോ ഓർഗാനിസത്തിനും അവരുടേതായ നീഡ്സ് ഉണ്ട് അല്ലേ. അവർക്ക് പ്രത്യേക ടെമ്പറേച്ചർ വേണം, പ്രത്യേക ക്ലൈമറ്റിക് സിറ്റുവേഷൻ വേണം അല്ലേ. ഓരോ ഓർഗാനിസത്തിനും ഓരോ ജീവജാലത്തിനും ഓരോരോ സിറ്റുവേഷൻസിൽ ജീവിക്കാനുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്, അനുകൂലനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് അനുസരിച്ചാണ് ഓരോ സ്ഥലത്തും കാണപ്പെടുന്ന ജീവജാലങ്ങൾ എന്ന് പറയുന്നത്, ഓർഗാനിസംസ് എന്ന് പറയുന്നത്, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത്. ഇനി ബയോസ്ഫിയറിൽ എല്ലാ ഭാഗത്തും ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രത്യേക ഏരിയയിൽ, അതായത് നമ്മുടെ എർത്തിലെ ചില പ്രത്യേക ഏരിയയിൽ മാത്രമാണ് ലൈഫ് നിലനിൽക്കുന്നത്. ആ പ്രത്യേക ഏരിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോസ്ഫിയർ അല്ലെങ്കിൽ ജീവമണ്ഡലം എന്ന് വിളിക്കുന്നത്. അതിലും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ലൈഫ് ഉള്ളത്. വളരെ എക്സ്ട്രീം കണ്ടീഷൻസിലുള്ള പല സ്ഥലങ്ങളിലും ജീവൻ നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. രാജസ്ഥാൻ ഡെസേർട്ടിനെ കുറിച്ചും മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചും, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മേഘാലയ പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഈവൻ ഒരു കമ്പോസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് പിറ്റിൽ, ഈവൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ എടുത്താൽ പോലും, ഹ്യൂമൻ എലിമെൻ്ററി കെയർ എടുത്താൽ പോലും പലതരത്തിലുള്ള ജീവികൾ അവിടെ വസിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം പലതരത്തിലുള്ള ഓർഗാനിസംസ് കാണുന്നു. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് ഓർഗാനിസങ്ങളെ കുറിച്ചും അതിൻ്റെ പോപ്പുലേഷനെ കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് തന്നെ എന്താണ്? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ബയോസ്ഫിയറിൽ ജീവജാലങ്ങളെ പരിശോധിച്ചാൽ അവിടെ കാണപ്പെടുന്ന ജീവജാലങ്ങൾക്ക്, ഓർഗാനിസങ്ങൾക്ക് അവരുടെ പ്രോപ്പർ ലൈഫ്, പ്രത്യേകിച്ചും അവരുടെ റീപ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള നീഡ്സ് നടക്കണമെങ്കിൽ they are depending on some other abiotic factors. എബയോട്ടിക് ഫാക്ടേഴ്സ് മാത്രമല്ല, ബയോട്ടിക് ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനീ പറഞ്ഞ ഇത്രയും റേഞ്ചിലുള്ള സ്ഥലങ്ങളിലെല്ലാം ജീവജാലങ്ങൾ ഉണ്ട് എങ്കിലും ഇവർക്കെല്ലാം, ഈ ജീവജാലങ്ങൾക്കെല്ലാം പ്രത്യേകം നീഡ്സ് ഉണ്ട്. ഞാൻ അതേ പറഞ്ഞല്ലോ അത്. അപ്പോൾ ഇത്തരത്തിൽ ജീവജാലങ്ങൾക്ക് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടി വരും, അതായത് മറ്റൊരു ജീവിയെ ആശ്രയിക്കേണ്ടി വരും, ചിലപ്പോൾ നോൺ ലിവിങ് തിങ്സിനെ ആശ്രയിക്കേണ്ടി വരും. പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഇത്തരം ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ്. നിങ്ങൾക്കറിയാമോ, എല്ലാ ജീവജാലങ്ങൾക്കും മറ്റൊന്നിനെ ആശ്രയിച്ച് മാത്രമേ നമ്മുടെ പ്രകൃതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ പലതരത്തിലുള്ള എബയോട്ടിക് ഫാക്ടേഴ്സിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവജാലങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട എബയോട്ടിക് ഫാക്ടേഴ്സ്, ജീവനില്ലാത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്?
നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും 4 എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. റെഡി അല്ലേ? നമ്മൾ എബയോട്ടിക് ഫാക്ടേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബയോംസ് ഏതൊക്കെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ 4 പിക്ചേഴ്സും 4 ഡയഗ്രാംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പേജ് നമ്പർ 221 4 ഡയഗ്രാംസ് ഉണ്ട്, 4 പിക്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഡെസിഡിയസ് ഫോറസ്റ്റ്, ഡെസേർട്ട് ആൻഡ് സീ കോസ്റ്റ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ബയോംസിൻ്റെ പിക്ചർ മാത്രമേ ഉള്ളൂ, കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ആ പിക്ചേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യയിൽ കാണപ്പെടുന്ന മേജർ ബയോംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചില എബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചും അവരെങ്ങനെയാണ് ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു ജീവജാലത്തിനെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടും 4 എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ സിലബസിൽ പഠിക്കാൻ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ വാട്ടർ, third one light and fourth one soil. First of all, let me start with the temperature. ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, each and every organisms they need a particular temperature for their life. അല്ലേ? ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും എല്ലാ ടെമ്പറേച്ചറിലും ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? ശരിയാണ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആവറേജ് ടെമ്പറേച്ചർ ഓൺ ലാൻഡ് വേരീസ് സീസണലി. ഓക്കെ, നമ്മുടെ എന്താ പറയുക, പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വേരിയേഷൻ വരുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഇക്വേറ്ററിലാണ്, അല്ലേ? അതായത് പോളാർ റീജിയൻസിൽ നിന്നും ഇക്വേറ്ററിൽ നിന്നും പോളാർ റീജിയൻസിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരുന്നതായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അല്ലേ? അപ്പോൾ പോളാർ റീജിയൻസിലെ ടെമ്പറേച്ചർ സബ്സീറോ ലെവൽ ആണ് എങ്കിൽ ഡെസേർട്ടിലെ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലേ? അതുപോലെ തന്നെ ചില ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻസ്, ഓക്കെ, സമുദ്രാന്തർ ഭാഗത്തുള്ള ചില വെൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 100 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഭൂമിയുടെ പല ഭാഗത്തും ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്, അല്ലേ? പോളാർ റീജിയൻസിൽ സബ്സീറോ ലെവൽ ആണ് എങ്കിൽ ഡെസേർട്ടിൽ ഏതാണ്ട് മോർ ദാൻ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. ചില ഡീപ് സീ ഹൈഡ്രോതെർമൽ വെൻസ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ പല ഭാഗത്തും ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ബയോസ്ഫിയറിൽ പല സ്ഥലത്തും ടെമ്പറേച്ചറിനെ ബേസ് ചെയ്താണ് ജീവജാലങ്ങൾ കാണപ്പെടുന്നത്. ചില ഓർഗാനിസംസ് ചില പ്രത്യേക ടെമ്പറേച്ചറിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ പോളാർ ബിയർ കേട്ടിട്ടുണ്ട്, അല്ലേ? പോളാർ റീജിയൻസിൽ മാത്രമേ അവർ ജീവിക്കുകയുള്ളൂ. അവരെ ഒരിക്കലും നമുക്ക് ഒരു ടെമ്പറേറ്റ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ കണ്ടീഷനിലോ കൊണ്ടുവന്ന് വളർത്താൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈച്ച് ആൻഡ് എവറി ഓർഗാനിസംസ് ദേ നീഡ് എ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ആ ഒരു പ്രത്യേക റേഞ്ചിൽ മാത്രമാണ് അവർ ജീവിച്ചിരിക്കുന്നത്. ഇനി ടെമ്പറേച്ചർ എന്ന ഈ ഒരു എബയോട്ടിക് ഫാക്ടർ നമ്മൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. അതായത് ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കൈനറ്റിക്സ് ഓഫ് എൻസൈംസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ നടത്തുന്നത് ആരാണ്? എൻസൈംസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ചില എൻസൈമുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടെമ്പറേച്ചർ, അല്ലേ? പ്രത്യേക റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ലഭിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻസ് നടക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുകയുള്ളൂ, ബേസൽ മെറ്റബോളിസം നടക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഓരോ ജീവിയുടെയും മെറ്റബോളിക് ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ചും എൻസൈം കൈനറ്റിക്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അവർക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ജീവജാലത്തിനും അതിൻ്റേതായ അളവിലുള്ള ആവശ്യമുള്ള ടെമ്പറേച്ചർ കിട്ടണം എന്നുള്ളതാണ്. ഇനി നമ്മൾ ടെമ്പറേച്ചറിൽ
ഓർഗാനിസംസ് സർവൈവ് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ജീവജാലങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. നോക്കൂ എന്തൊക്കെയാണെന്ന്. യൂറിതെർമൽ ആൻഡ് സ്റ്റിനോതെർമൽ. എന്താണ് ഈ യൂറിതെർമൽ എന്ന് ചോദിച്ചാൽ, സച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ക്യാൻ ബി ത്രൈവ് ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഏത് റേഞ്ചിലുള്ള ടെമ്പറേച്ചറിനെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അവരുടെ ബോഡിയിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ബോഡിയുടെ പ്രത്യേകതയാണ്. ചില ആനിമൽസ് അങ്ങനെയാണ്, ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് ഉൾപ്പെടെയുള്ള പല ആനിമൽസിനും വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ പല റേഞ്ചിലുള്ള ടെമ്പറേച്ചർ സർവൈവ് ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹ്യൂമൻസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷിയുണ്ട് പല ആക്ടിവിറ്റീസിലൂടെ. അതുപോലെ തന്നെ ചില ആനിമൽസ് ഉണ്ട്, ചില ഓർഗാനിസംസ് ഉണ്ട്, ദേ ആർ സർവൈവിങ് ഇൻ എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. വളരെ ഒരു നാരോ റേഞ്ച് ടെമ്പറേച്ചറിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചില പ്ലാന്റ്സ് ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, അത്തരത്തിലുള്ള ഓർഗാനിസംസ് വിളിക്കുന്ന പേരാണ് സ്റ്റിനോതെർമൽ ഓർഗാനിസംസ്. They are actually surviving in a narrow range of temperature. വളരെ ഒരു ചെറിയ സ്പെസിഫിക് ടെമ്പറേച്ചറിൽ മാത്രമേ അവർ സർവൈവ് ചെയ്യുള്ളൂ. എന്നാൽ ചില ആനിമൽസ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരം ആനിമൽസിനെ വിളിക്കുന്ന പേര് യൂറിതെർമൽ ഓർഗാനിസംസ് എന്ന് വിളിക്കും. നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റിനോതെർമൽ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് റീസെൻ്റ്ലി റിപ്പോർട്ടഡ് ദാറ്റ് ദ ഗ്രാജുവലി ഇൻക്രീസിങ് ദ ഗ്ലോബൽ ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ എങ്ങനെ ഗ്രാജുവലി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ അവസാന അധ്യായത്തിൽ, അതായത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന ടോപ്പിക്കിനകത്ത് പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പഠിക്കും. അതായത് ഗ്ലോബൽ ലെവലിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഏരിയയിൽ ചോദിച്ചിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ, ഈ ദ കറണ്ട് സിറ്റുവേഷൻ ഈസ് കണ്ടിന്യൂ, ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വിൽ ഇറ്റ് അഫക്ട് ദ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച് ഓഫ് സം സ്പീഷീസ്. ഓക്കെ, ചില സ്പീഷീസുകളുടെ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ചിനെ അത് അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, നമ്മൾ ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായി ഇക്വേറ്റർ റീജിയണിൽ ഹയസ്റ്റ് ടെമ്പറേച്ചറാണ്. അത് കഴിഞ്ഞ് ടെമ്പറേറ്റ് റീജിയനിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് പോളാർ റീജിയൻസിലേക്ക് പോകുന്നു. ഈ ഓരോ റീജിയനിലേക്ക് പോകുമ്പോഴും ടെമ്പറേച്ചർ ഗ്രാജുവലി കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ ഈ ഓരോ ഏരിയയിൽ കാണുന്ന ജീവജാലങ്ങൾ, അവരുടെ സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് അല്ലേ. ഇക്വേറ്ററിൽ കാണുന്ന ഓർഗാനിസം അല്ല പോളാർ റീജിയനിൽ കാണുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഒരു സ്പെസിഫിക് റേഞ്ച് ടെമ്പറേച്ചർ ആവശ്യമാണ്. അപ്പോൾ നമ്മോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്ലോബൽ ലെവലിലെ ടെമ്പറേച്ചർ എങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച് ഓഫ് സം സ്പീഷീസ് വിൽ ബി അഫക്റ്റഡ്. ഓക്കെ, ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഓർഗാനിസങ്ങളുടെ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ചിനെ അത് എന്ത് ചെയ്യും? ചിലപ്പോൾ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 ഡിഗ്രി സെൽഷ്യസിൽ ജീവിക്കുന്ന ഒരു ഓർഗാനിസം ആണെങ്കിൽ അവിടെ ഗ്ലോബൽ ലെവലിൽ ടെമ്പറേച്ചർ കൂടി, അത് 12 ഡിഗ്രി ആയി അല്ലെങ്കിൽ 13 ഡിഗ്രി ആയി. അപ്പോൾ ഈ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അവർ എങ്ങോട്ട് മൂവ് ചെയ്യും? എവിടെയാണോ 10 ഡിഗ്രി ഉള്ളത് അവിടേക്ക് മൂവ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്ലാന്റ്സിൻ്റെ കേസ് എടുത്താൽ, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ദേ വോണ്ട് ബി ഏബിൾ ടു മൂവ് ഫ്രം ദാറ്റ് പ്ലേസ് ടു അനദർ പ്ലേസ് അല്ലേ. അവർക്ക് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ വരും. അപ്പോൾ എന്ത് പറ്റും? ഇത്തരം പ്ലാന്റ്സ് പലപ്പോഴും എന്ത് ചെയ്യും? എക്സ്റ്റിങ്ക്റ്റ് ആയി പോവും. അവർക്ക് ആ ഒരു അഡ്വേഴ്സ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരികയും അവരുടെ സ്പീഷീസ് തന്നെ നശിച്ചു പോവുകയും ചെയ്യും. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന ഇവല്യൂഷൻ എന്ന കോൺസെപ്റ്റുമായി റിലേറ്റഡ് ആണ്. ഇത്തരത്തിലൊക്കെയാണ് ഇവല്യൂഷൻസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ജീവജാലങ്ങൾ ഗ്രാജുവൽ ചേഞ്ച് ഉണ്ടാകുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ പോലുള്ള എബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫേം ചെയ്ത് പറയാം, ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ, ആഗോളതലത്തിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും ജീവജാലങ്ങളുടെ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ചിനെ എന്ത് ചെയ്യാം? അഫക്റ്റ് ചെയ്യാം. ഒന്നുകിൽ അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ടി വരും, പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ നശിച്ചു പോയെന്നും വരാം. അത്തരം സ്പീഷീസുകൾ ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ കുട്ടികളെ, നമ്മൾ രണ്ടാമത്തെ എബയോട്ടിക് ഫാക്ടറിലേക്ക് വരികയാണ്, വാട്ടർ. വാട്ടറിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അല്ലേ.
വാട്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു എബയോട്ടിക് ഫാക്ടറാണ്. ദാറ്റ് ഈസ് നെസസറി ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്. മിക്കവാറും എല്ലാ ആളുകൾക്കും ഒരു സ്പെസിഫിക് എമൗണ്ട് എന്ത് വേണം? വാട്ടർ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡി സെൽസ് അല്ലേ, ഓരോ ജീവജാലങ്ങളുടെയും ബോഡി സെൽസിനകത്ത് സൈറ്റോപ്ലാസം എന്ന പ്രധാനപ്പെട്ട പാർട്ടുണ്ട്. അതെന്താണ്? ആക്ച്വലി വാട്ടറാണ് അല്ലേ. ഈ സൈറ്റോപ്ലാസ്റ്റിലാണ് മിക്കവാറുമുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. വെൻ യു കൺസിഡർ ദ പ്ലാന്റ്സ്, നിങ്ങൾ പ്ലാന്റ്സിനെ കൺസിഡർ ചെയ്താൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പ്ലാന്റ്സ് ദാറ്റ് മേ ബി ഡിപ്പെൻഡ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് വാട്ടർ. നിങ്ങൾക്കറിയാം, ഫോട്ടോസിന്തസിസ് പോലുള്ള പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? വാട്ടർ വേണം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും വാട്ടറിനെ, അവിടെ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിനെ അല്ലെങ്കിൽ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു അക്വാട്ടിക് ഹാബിറ്ററ്റ് കൺസിഡർ ചെയ്താൽ, ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം കൺസിഡർ ചെയ്താൽ അവിടെ വാട്ടറിൻ്റെ അളവിനല്ല പ്രാധാന്യം. കാരണം അവിടെ അക്വാട്ടിക് സിസ്റ്റം ആണല്ലോ, ഇഷ്ടംപോലെ വാട്ടർ ഉണ്ട്. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് ദ വാട്ടർ, ആ വാട്ടറിൻ്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, അവിടെയുള്ള ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത് വാട്ടറിൻ്റെ അളവല്ല, പിന്നെന്താണ്? വാട്ടറിൻ്റെ ക്വാളിറ്റിയാണ്, അതിൻ്റെ നിലവാരമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, ആ വാട്ടറിൻ്റെ pH തുടങ്ങിയ ഘടകങ്ങളാണ് അവിടെയുള്ള ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത്. ഓക്കെ, പലപ്പോഴും നമ്മൾ സലൈനിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പാർട്സ് പെർ ട്രില്യൺ ആണ്. പാർട്സ് പെർ ട്രില്യൺ നമ്മുടെ ബുക്കിൽ 1-2 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് സലൈനിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ppt ഇൻ ഇൻലാൻഡ് വാട്ടർ. ഇൻലാൻഡ് വാട്ടർ ആണെങ്കിൽ അവിടെയുള്ള സലൈനിറ്റി ഏതാണ്ട് 5 ppt താഴെയാണ്. ppt മീൻസ് പാർട്സ് പെർ ട്രില്യൺ. ഓക്കെ, ഇനി സീലാണെങ്കിലോ നമുക്ക് പറയാം അറൗണ്ട് 30 to 35 പാർട്സ് പെർ ട്രില്യൺ ആണ്. ഇനി ചില ഹൈപ്പർ സലൈൻ ലെഗ്യൂൺസ് ഉണ്ട്, ഉപ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള ലെഗ്യൂൺസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഗ്രേറ്റർ ദാൻ 100 ppt, 100 പാർട്സ് പെർ ട്രില്യണിന് മുകളിലായിരിക്കും അവിടെയുള്ള സലൈനിറ്റിയുടെ അളവെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റ് കൂടിയുണ്ട്. അതായത് യുറിഹലൈൻ ആൻഡ് സ്റ്റിനോഹലൈൻ ഓർഗാനിസംസ്. നമ്മൾ ഇവിടെ കുറച്ചു മുന്നേ യുറിതെർമലും സ്റ്റിനോതെർമലും പറഞ്ഞില്ലേ? അതുപോലെയാണ് യുറിഹലൈൻ ആൻഡ് സ്റ്റിനോഹലൈൻ. അതായത് കുട്ടികളെ, സം ഓർഗാനിസംസ് ക്യാൻ ബി ഏബിൾ ടു സർവൈവ് ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റി. വൈഡ് റേഞ്ച് ഓഫ് സലൈനിറ്റിയിൽ ഉപ്പിൻ്റെ അംശത്തിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു എങ്കിൽ നമുക്ക് അത്തരം ഓർഗാനിസങ്ങളെ എന്ത് വിളിക്കാം? യുറിഹലൈൻ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? യുറിഹലൈൻ. എന്താണ് സ്റ്റിനോഹലൈൻ? വളരെ ഒരു നാരോ റേഞ്ച് സലൈനിറ്റിയിൽ മാത്രമേ അവരെന്ത് ചെയ്യുകയുള്ളൂ? അവർ ജീവിക്കുകയുള്ളൂ. അതാണ് സ്റ്റിനോഹലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ എബയോട്ടിക് ഫാക്ടർ നമുക്കറിയാം, ലൈറ്റ് അല്ലേ. ലൈറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രധാനമായിട്ടും ഭൂമിയിൽ അല്ലെങ്കിൽ ബയോസ്ഫിയറിൽ ജീവൻ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണക്കാർ പ്രൊഡ്യൂസേഴ്സാണ്, പ്ലാന്റ്സ് ആണ്. നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന കൺസ്യൂമേഴ്സ് ഒക്കെ ആവശ്യത്തിന് ഫുഡ് കഴിച്ച് ജീവിച്ചു പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഈ പ്രൊഡ്യൂസറിന് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അഥവാ ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. നമ്മൾ തൊട്ട് മുമ്പത്തെ ടോപ്പിക്കിൽ പഠിച്ചിരുന്നു. പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ അല്ലേ. സൂര്യപ്രകാശത്തിലെ സൺലൈറ്റിലെ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പറേഷൻ നടത്തുന്നത്. മീൻസ് അവിടെ എനർജി ട്രാൻസ്ഫർ നടക്കുന്നു. ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി പ്ലാന്റിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഒരു പ്ലാന്റിൻ്റെ ലൈഫിൽ ലൈറ്റ് എങ്ങനെ സ്വാധീനിക്കുന്നു? പ്രധാനമായിട്ട് ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു തന്നു, ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ പ്രകൃതിയിൽ നടന്നില്ല എങ്കിൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ പൂർണ്ണമായും സ്റ്റെബിലിറ്റി ഇല്ലാതാകും അല്ലേ, അതിൻ്റെ ബാലൻസിനെ ബാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഫോട്ടോ പീരിയോഡിസം. ഇത് നിങ്ങൾ 11th പഠിച്ചതാണ്, ഫോട്ടോ പീരിയോഡിസം. എന്താണ് ഫോട്ടോ പീരിയോഡിസം? പലപ്പോഴും പല പ്ലാന്റ്സിൻ്റെയും സ്വഭാവ സവിശേഷതകളെ ഫോട്ടോ പീരീഡ് നിർണ്ണയിക്കാറുണ്ട്. എന്നാൽ ഫോട്ടോ പീരീഡ് ദ റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്.
പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം പല പ്ലാന്റ് ഫിനോമിനൻസിനെയും കൺട്രോൾ ചെയ്യാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു, ചില പ്ലാന്റ്സിൽ കൂടുതൽ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഫ്ലവർ ചെയ്യൂ. നമ്മൾ അവരെ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് വിളിച്ചു. ചില പ്ലാന്റ്സ് ഉണ്ട്, അവർക്ക് ഒരു ആവറേജ് ലെവലിലുള്ള ലൈറ്റ് മതി, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫോട്ടോ പീരീഡിന് താഴെ മതി, അല്ലേ? നമ്മൾ എന്താ വിളിച്ചവരെ ഷോർട്ട് ഡേ പ്ലാന്റ് എന്ന് വിളിച്ചു. ചില ആൾക്കാർ എന്താണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് ആണ്, അല്ലേ? അവർക്ക് ഒരു ആവറേജ് ലെവലിലുള്ള ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ശേഷം അവരെന്ത് ചെയ്യും? ഫ്ലവർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്യൂറേഷൻ ഓഫ് സൺലൈറ്റ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് പലപ്പോഴും പല പ്ലാന്റ്സിൻ്റെയും ഫിസിയോളജിക്കൽ ഫിനോമിനൻസിനെ എന്ത് ചെയ്യുന്നുണ്ടോ? കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ പീരിയോഡിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ദ physiological phenomenon that may affect that may related to the relative length of day and night. പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യമനുസരിച്ച് പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസും പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. അതാണ് ഫോട്ടോ പീരിയോഡിസം. മറ്റൊരെണ്ണമാണ് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫോട്ടോട്രോപ്പിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? The tendency of a plant parts to move towards the direction of light. ചില പ്ലാന്റ്സിൻ്റെ മിക്കവാറും എല്ലാ പ്ലാന്റ്സിൻ്റെയും സ്റ്റെമ്മ് പ്രകാശത്തിന് നേരെ വളരും, റൂട്ട് പ്രകാശത്തിൽ നിന്നും അകന്നു വളരും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് ആർക്കുണ്ട്? ലൈറ്റിനുണ്ട്. നാലാമത്തതാണ് സീഡ് ജെർമിനേഷൻ. ചില പ്ലാന്റ്സിൻ്റെ എങ്കിലും സീഡുകൾ ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ലൈറ്റ് എക്സ്പോഷർ ഉണ്ടാവണം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇത്രയുമൊക്കെയാണ് എനിക്ക് ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാനുള്ളത്. ആരുമായി റിലേറ്റ് ചെയ്ത്? പ്ലാന്റ്സുമായി റിലേറ്റ് ചെയ്ത്. ഇനി നമ്മൾ ചില അനിമൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പലപ്പോഴും ലൈറ്റ് എന്ന ഈ ഒരു എബയോട്ടിക് ഫാക്ടർ വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. കാരണം പല ആനിമൽസിൻ്റെയും ഫോറേജിങ് പാറ്റേൺ. എന്താ ഫോറേജിങ് പാറ്റേൺസ്? ഇര തേടുക എന്ന സമയം, ഇര തേടുക, അല്ലേ? ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫോറേജിങ് പാറ്റേൺ. അതുപോലെ റീപ്രൊഡക്റ്റീവ് ആൻഡ് മൈഗ്രേറ്ററി ആക്ടിവിറ്റീസ്. ചില ആനിമൽസ് ഫോറേജിങ് പാറ്റേൺ ഇര തേടുന്നത് പകൽ സമയത്താണ്, ചില രാത്രിയിലാണ്. അപ്പോൾ അവിടെയൊക്കെ ലൈറ്റിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. ചില ഓർഗാനിസംസ് റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത് പകൽ സമയത്താണ്, ചിലപ്പോൾ ലൈറ്റ് കൂടുതലുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ ലൈറ്റ് കുറവുള്ളപ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ലൈറ്റ് എന്ന് പറഞ്ഞ എബയോട്ടിക് ഫാക്ടർ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, അതുപോലെ ചില ലൈറ്റ് റേഡിയേഷൻ, എസ്പെഷ്യലി നമ്മൾ ഹൈ എനർജി റേഡിയേഷൻസ്, UV റേഡിയേഷൻ പോലെയുള്ള ലൈറ്റുകൾ പ്രധാനമായിട്ടും ഇറ്റ് മേ അഫക്റ്റ് ദ ഹ്യൂമൻസ്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ വളരെ ദോഷകരമായും എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, UV റേഡിയേഷൻ്റെ ഒരുപാട് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും. സ്കിൻ ക്യാൻസർ, അല്ലേ? കട്രാക്റ്റ്, തിമിരം പോലെയുള്ള രോഗങ്ങളുണ്ടാകും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ലെവലിലുള്ള ലൈറ്റ് എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമാണ്, പ്രത്യേകിച്ചും പ്ലാന്റ്സിന്. പ്ലാന്റ്സിൻ്റെ കേസിൽ ഈ ലൈറ്റ് എന്ന എബയോട്ടിക് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ്, ഒരു റോളാണ് നിർവഹിക്കുന്നത്. ഇറ്റ് ഓക്കെ ഫോർ യു? നമ്മൾ അവസാനത്തെ കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. നാലാമത്തെ എബയോട്ടിക് ഫാക്ടറാണ് സോയിൽ. സോയിൽ യു ആർ വെരി ഫെമിലിയർ. സോയിലിൻ്റെ പ്രത്യേകത, എല്ലാ സോയിലുകളും ഒരുപോലെയല്ല. ഓരോ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള സോയിലിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി ഡിഫറൻ്റ് ആണ്. എസ്പെഷ്യലി നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. ഓക്കെ, അവിടുത്തെ കമ്പോസിഷൻ, ഗ്രെയിൻ സൈസ് ആൻഡ് അഗ്രിഗേഷൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതായത് ഒരു സോയിലിൽ അടങ്ങിയിരിക്കുന്ന കമ്പോസിഷൻ എന്തൊക്കെയാണ്, അതിലെ ഗ്രെയിൻ സൈസ്, അതിലെ തരികളുടെ സൈസ് എത്രമാത്രമാണ്, ഓക്കെ, അതുപോലെ അവരുടെ അഗ്രിഗേഷൻ എങ്ങനെയാണ്. ഇതൊക്കെ അനുസരിച്ച് നമ്മൾ സോയിലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ചെറിയ ഗ്രെയിൻ സൈസ് ഉള്ള സോയിലാണ് ക്ലേ സോയിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഗ്രെയിൻ സയൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം, സോയിലിന് പല പേരിൽ അറിയപ്പെടും. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനില്ല. നമ്മൾ സോയിലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോയിലിൻ്റെ പ്രധാനപ്പെട്ട ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, എസ്പെഷ്യലി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതുപോലെ പെർക്കുലേഷൻ റേറ്റ്. സോയിലിന് എത്രമാത്രം വാട്ടറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, എത്രമാത്രം വാട്ടർ അതിൽ നിന്നും ഊർന്നിറങ്ങിപ്പോകും. ഈ 2 ക്വാളിറ്റിയാണ് പലപ്പോഴും അവിടെ വളരുന്ന വെജിറ്റേഷനെ കൺട്രോൾ ചെയ്യുന്നത്. വെജിറ്റേഷൻ മീൻസ് അവിടെ വളരുന്ന പ്ലാന്റ്സ്. എല്ലാ സോയിലിലും എല്ലാ പ്ലാന്റ്സും വളരുമോ?
ഇല്ല. ഓരോ പ്ലാന്റിനും അതിൻ്റെതായ സോയിൽ കോമ്പോസിഷൻ, ഗ്രെയിൻ സൈസ് ഒക്കെ ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബയോമിൽ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൽ കാണുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓർഗാനിസംസും അനിമൽസും ഒക്കെ അവിടുത്തെ പ്രധാനമായിട്ടും അവിടുത്തെ പ്ലാന്റ്സ് അല്ലെങ്കിൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? അവിടെയുള്ള സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും സോയിലിൻ്റെ ഗ്രെയിൻ സൈസ്, അല്ലേ, സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, സോയിലിൻ്റെ പെർക്കുലേഷൻ റേറ്റ്, സോയിലിൻ്റെ pH, അല്ലേ, അതുപോലെ സോയിലിൻ്റെ ടോപ്പോഗ്രഫി, മിനറൽ കണ്ടന്റ്, ഇതെല്ലാം എന്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്? അവിടെ വളരുന്ന പ്ലാന്റ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് മേ ബി ഡിപ്പെൻഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ദ സോയിൽ അവൈലബിൾ ഇൻ ദാറ്റ് ഏരിയ. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സോയിലിനെ അനുസരിച്ചിരിക്കും. എല്ലാ സ്ഥലത്തും ഒരേപോലുള്ള സോയിൽ അല്ലല്ലോ, അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്തെ വെജിറ്റേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടുത്തെ എന്താണ്? സോയിൽ എന്ന എബയോട്ടിക് ഫാക്ടറാണ്. കുട്ടികളെ, ഇതാണ് പ്രധാനപ്പെട്ട 4 എബയോട്ടിക് ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എബയോട്ടിക് ഫാക്ടേഴ്സ്, അല്ലേ, ജീവജാലങ്ങളെ സ്വാധീനിക്കുന്ന പലതരത്തിലുള്ള എബയോട്ടിക് ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ലൈറ്റ്, വാട്ടർ ആൻഡ് സോയിൽ. ഇത്തരത്തിലുള്ള 4 തരത്തിലുള്ള എബയോട്ടിക് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് അവർ ജീവജാലങ്ങളുടെ ലൈഫ്, പ്രത്യേകിച്ചും അവരുടെ റീപ്രൊഡക്ഷൻ, അവരുടെ മെയിൻ്റനൻസിനെയൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ റെസ്പോൺസ് ടു എബയോട്ടിക് ഫാക്ടേഴ്സ്. ഇത്തരത്തിലുള്ള എബയോട്ടിക് ഫാക്ടേഴ്സിനോട് ഓർഗാനിസംസ്, ജീവജാലങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ജീവജാലങ്ങളിൽ കാണപ്പെടുന്നത് 4 തരത്തിലുള്ള റെസ്പോൺസാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ്, സെക്കൻഡ് വൺ കൺഫേം, തേർഡ് വൺ മൈഗ്രേറ്റ് ആൻഡ് ഫോർത്ത് വൺ സസ്പെൻഡ്. അപ്പോൾ നമുക്ക് നോക്കാം ഓർഗാനിസംസ് ഈ 4 രീതിയിൽ എങ്ങനെയൊക്കെയാണ് എബയോട്ടിക് ഫാക്ടേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഞാൻ പ്രധാനമായിട്ടും റെഗുലേറ്റേഴ്സ് എന്താണെന്നും കൺഫേമേഴ്സ് എന്താണെന്നുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. റെഗുലേറ്റ് ആൻഡ് കൺഫേം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ് റെഗുലേറ്റ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നോക്കുക. ഈ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളുടെ NCERT ബുക്കിലുണ്ട്. ഇതിൻ്റെ എക്സ് ആക്സിൽ കാണിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ലെവൽ, അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മളൊരു എബയോട്ടിക് ഫാക്ടറിനെ കൺസിഡർ ചെയ്യുകയാണ് ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ, എക്സ്റ്റേണൽ ടെമ്പറേച്ചറാണ് കാണിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക. വൈ ആക്സിൽ കാണിച്ചിരിക്കുന്നത് ഇൻറ്റേർണൽ ലെവലാണ്. ഓക്കെ, ബോഡിക്ക് അകത്തുള്ള ലെവൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചർ എടുക്കുകയാണ്. ടെമ്പറേച്ചർ എക്സ്റ്റേണൽ ലെവൽ ആൻഡ് ഇൻറ്റേർണൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് പുറത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ. ഓക്കെ, ബോഡിക്ക് അകത്തുള്ള ടെമ്പറേച്ചർ മീൻസ് നമ്മുടെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നൊരു കാര്യം പറയാം. നമ്മൾ ഹ്യൂമൻസ് ആണ്, അല്ലേ? ഹ്യൂമൻസ് വി ആർ ഹാവിങ് എ കപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ അണ്ടർ വേരിയിങ് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ, അല്ലേ? പുറത്ത് ടെമ്പറേച്ചർ എത്രയാണെങ്കിലും നമുക്കത് പ്രോബ്ലം അല്ല. നമ്മുടെ ബോഡിക്ക് ഇൻറ്റേർണൽ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് നമ്മൾ ബയോളജിക്കലി ഒരു പേര് വിളിക്കാറുണ്ട്. നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഹോമിയോസ്റ്റാസിസ്. നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഹോമിയോസ്റ്റാസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കപ്പാസിറ്റി ഓഫ് മെയിൻറ്റൈനിങ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ ലെവൽ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫിനോമിനൻ ഇൻ എ ലിവിങ് സിസ്റ്റം വിച്ച് ഹെൽപ്സ് ഇൻ മെയിൻറ്റൈനിങ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അണ്ടർ വേരിയിങ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് മാറുന്നതനുസരിച്ച് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, പുറത്ത് എത്ര ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ അറിയോ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്.
അല്ലേ? അതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിൽ പ്രധാനമായിട്ടും ആരൊക്കെയാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാത്തവർ ആരാണ് നോക്കാം. ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചാണ്. റെഗുലേറ്റേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു റെഗുലേറ്റേഴ്സിനെ കുറിച്ച്. നമ്മളൊക്കെ റെഗുലേറ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലെവൽ എങ്ങനെയാണെങ്കിലും എക്സ്റ്റേണൽ ലെവൽ എത്ര മാറിയാലും ഇൻറ്റേർണൽ ലെവൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 15 ഡിഗ്രി 20 ഡിഗ്രി 25 ഡിഗ്രി 30 ഡിഗ്രി 35 ഡിഗ്രി എത്രയാണെങ്കിലും ഒരു പ്രോബ്ലവുമില്ല. റെഗുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എത്രയായിരിക്കും? സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ അതുപോലെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ അടുത്തൊരു വിഭാഗക്കാരാണ് കൺഫേമേഴ്സ്. കൺഫേമേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലെവൽ മാറുന്നതനുസരിച്ച് അവരുടെ ഇൻറ്റേർണൽ ലെവലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ ദാറ്റ് മസ്റ്റ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ആംബിയൻറ്റ് ടെമ്പറേച്ചർ. എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലെവലിൽ എത്രയാണോ ടെമ്പറേച്ചർ അതനുസരിച്ചായിരിക്കും അവരുടെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ. എക്സ്റ്റേണൽ ലെവലിലെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ എന്താണോ അതിന് സെയിം ആയിരിക്കും അവരുടെ ഇൻറ്റേർണൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും. ചുരുക്കി പറഞ്ഞാൽ എക്സ്റ്റേണൽ ലെവൽ മാറുന്നതനുസരിച്ച് ഇൻറ്റേർണൽ ലെവൽ മാറുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺഫേമേഴ്സ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു വിഭാഗക്കാരുണ്ട്, അവരുടെ പേര് പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്നാണ്. ആക്ച്വലി ഈ പാർഷ്യൽ റെഗുലേറ്റേഴ്സിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അധികം ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല. ഈ ഒരു ഡയഗ്രാമാറ്റിക് ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിൽ പാർഷ്യൽ റെഗുലേറ്റേഴ്സ് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. പാർഷ്യൽ റെഗുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരും ആക്ച്വലി എക്സ്റ്റേണൽ ലെവൽ മാറുന്നതനുസരിച്ച് അവരുടെ ഇൻറ്റേർണൽ ലെവലിലും മാറ്റമുണ്ടാകും. പക്ഷേ ഒരു പ്രത്യേക ലെവൽ വരെ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത കണ്ടീഷൻ ആവുമ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ റെഗുലേറ്റേഴ്സിനെ പോലെ അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും. അവരെയാണ് നമ്മൾ പാർഷ്യൽ റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിൽ റെഗുലേറ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ കൺഫേമേഴ്സിനെ കുറിച്ചുമാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടി എന്താണ് റെഗുലേറ്റേഴ്സും കൺഫേമേഴ്സും അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റെഗുലേറ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്കറിയാമായിരിക്കും ഹ്യൂമൻസ് ഉൾപ്പെടെയുള്ള ആനിമൽസ് ഒക്കെ തന്നെ എന്താണ്? റെഗുലേറ്റേഴ്സാണ്. എന്താണ് ഈ റെഗുലേറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം such type of organism have a capacity to maintain a constant internal environment. അല്ലെങ്കിൽ പറയാം they can maintain homeostasis by physiological means. ചില ഫിസിയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കും, അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് കഴിയും ബൈ മീൻസ് ഓഫ് ഫിസിയോളജിക്കൽ മീൻസ്. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ബോഡി ടെമ്പറേച്ചർ, കോൺസ്റ്റൻ്റ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ, ഇതെല്ലാം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബെറ്റർ എക്സാമ്പിൾസ് പറയുന്നു. ഓൾ ബേർഡ്സ്, മാമൽസ്, വെരി ഫ്യൂ ലോവർ വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. മിക്കവാറും മാമൽസും മിക്കവാറും എല്ലാ ബേർഡ്സും എന്താണ്? റെഗുലേറ്റേഴ്സാണ്. റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് അവരുടെ ഇൻറ്റേർണൽ സിറ്റുവേഷൻ മാറില്ല. എക്സ്റ്റേണൽ കണ്ടീഷൻ എന്താണെങ്കിലും അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബെറ്റർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഹ്യൂമൻസ് നിങ്ങൾക്കറിയാം നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ നല്ല ഒരു ഹോട്ട് സണ്ണി ഡേ ആണ്, ഭയങ്കരമായ ടെമ്പറേച്ചറൊക്കെ ഉള്ള ഒരു ദിവസമാണെന്ന് വിചാരിക്കുക. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? സ്വെറ്റ് പ്രൊഫ്യൂസ്ലി. നമ്മുടെ ബോഡി അങ്ങനെ എന്തുകൊണ്ടിരിക്കും? സ്വെറ്റിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും. എന്താ സ്വെറ്റിങ്? വിയർത്തുകൊണ്ടേയിരിക്കും. ഈ വിയർപ്പ് കണങ്ങൾ ഇവാപ്പറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇവാപ്പറേറ്റീവ് കൂളിംഗ് ആണ് നമ്മുടെ
ടെമ്പറേച്ചർ 37 ആക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവുക. സപ്പോസ് നമ്മൾ വെക്കേഷനോ ഊട്ടിയിലേക്ക് പോകുമെന്ന് വിചാരിക്കുക. അവിടുത്തെ ടെമ്പറേച്ചർ വളരെ താഴെ ടെമ്പറേച്ചറാണ് അല്ലേ. 1 ഡിഗ്രി 2 ഡിഗ്രി 0 ഡിഗ്രി -1 ഒക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചറിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിൽ ചില ഫിസിയോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച്, ചില ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ ഉപയോഗിച്ച് നമ്മുടെ ബോഡി തന്നെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. കണ്ടിട്ടുണ്ടാവും, അവിടെ പോയാൽ നമ്മൾ നന്നായിട്ട് ഷിവർ ചെയ്യും. ക്ലിയർ? അപ്പോൾ ആ ഒരു ഷിവറിങ് എക്സസൈസിൽ ഉണ്ടാകുന്ന ഹീറ്റ് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോഴാണ് അത് 37 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് എന്തായിക്കോട്ടെ, എപ്പോഴും ഇന്റേണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ തരക്കവണ്ണമുള്ള ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെഗുലേറ്റേഴ്സ് ഈ രീതിയിലാണ് എബയോട്ടിക് ഫാക്ടേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. എബയോട്ടിക് ഫാക്ടറായ ടെമ്പറേച്ചർ, ലൈറ്റ്, ഇതൊക്കെ എങ്ങനെയൊക്കെ വന്നാലും കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇവർ എപ്പോഴും അവരുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ എന്താക്കി വെക്കും, കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ഇവരെയാണ് നമ്മൾ റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് വരാം. അടുത്തൊരു വിഭാഗമാണ് കൺഫേം. എന്താണ് ഈ കൺഫേം എന്ന് പറഞ്ഞാൽ? കൺഫേമേഴ്സ്, അതായത് ഏതാണ്ട് 99% ആനിമൽസും അതുപോലെ തന്നെ മിക്കവാറും എല്ലാ പ്ലാന്റ്സും കൺഫേമേഴ്സ് ആണ്. ഇവരുടെ പ്രത്യേകത, ദേ കനോട്ട് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ്. അവർക്കൊരിക്കലും അവരുടെ ഇന്റേണൽ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റില്ല. പിന്നെന്ത് പറ്റും? ചേഞ്ചസ് വിത്ത് ദ ആംബിയന്റ് ടെമ്പറേച്ചർ. അതായത് എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവരുടെ ഇന്റേണൽ ടെമ്പറേച്ചറും എന്ത് ചെയ്യും? കൂടും. ആംബിയന്റ് ടെമ്പറേച്ചർ എന്താണോ, അവരുടെ ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചർ എന്താണോ, അതനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ അതുപോലെയായി മാറും. നമ്മൾ ചില ഇവല്യൂഷണറി ബയോളജിസ്റ്റ് ഒക്കെ പറയുന്നത് പലപ്പോഴും ഈ റെഗുലേറ്റേഴ്സ് എന്ന ഈ ഒരു സ്വഭാവ സവിശേഷത കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പക്ഷം ഇവല്യൂഷണറി ബയോളജിസ്റ്റുകൾ പറയുന്നത് ദ ഫിറ്റ്നസ് ഓഫ് മാമൽസ്, അല്ലെങ്കിൽ ദ സക്സസ് ഓഫ് മാമൽസ് എന്ന വിഭാഗം, ഹ്യൂമൻസ് ഉൾപ്പെടുന്ന മാമൽസ് എന്ന വിഭാഗത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? അവർ റെഗുലേറ്റേഴ്സ് ആയതുകൊണ്ടാണ്. മീൻസ് അവർക്കൊരു കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് മാമൽസ് ഭൂമിയിൽ ഇത്രയധികം സക്സസ് ആയത് എന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൺഫേമേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ക്യാരക്ടറായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അല്ലെങ്കിൽ ഇവല്യൂഷണറി ബയോളജിസ്റ്റുകൾ ഇതൊരു പ്രിമിറ്റീവ് ക്യാരക്ടറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ മറ്റ് ഇന്റേണൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്നും കഴിയില്ല. ഇവരുടെ ടെമ്പറേച്ചറും ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എക്സ്റ്റേണൽ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ആംബിയന്റ് ടെമ്പറേച്ചറും കോൺസെൻട്രേഷനും ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും എന്താണോ അതനുസരിച്ച് ബോഡിയിൽ മാറ്റം വരും. അപ്പോൾ ഇവല്യൂഷണറി ബയോളജിസ്റ്റ് ഒക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വൈ ദീസ് കൺഫേമേഴ്സ് ഹാഡ് നോട്ട് ഇവോൾവ് ടു ബിക്കം റെഗുലേറ്റേഴ്സ്? നിങ്ങൾക്കറിയാമല്ലോ, പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അഡ്വാൻസ് ക്യാരക്ടേഴ്സിലേക്കുള്ള ഡെവലപ്മെന്റാണ് നമ്മൾ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ, ഈ ഒരു ഇവല്യൂഷണറി ഫിനോമിനൽ എന്തുകൊണ്ട് കൺഫേമേഴ്സ് റെഗുലേറ്റേഴ്സായി മാറിയില്ല? അതിനും കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഈ ഒരു റെഗുലേറ്റ് എന്ന് പറയുമ്പോൾ, അതായത് കോൺസ്റ്റന്റ് ഇന്റേണൽ ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പലപ്പോഴും നമുക്കറിയാം അതിന് കൂടുതൽ എനർജി ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തെർമോ റെഗുലേഷൻ ഈസ് എനർജറ്റിക്കലി എക്സ്പെൻസീവ്. തെർമോ റെഗുലേഷൻ എന്ന് പറയുന്നത് എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആണ്. കൂടുതൽ എനർജി അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതായി വരും. പ്രത്യേകിച്ചും ആരെയാണ്? പർട്ടിക്കുലർലി സ്മോൾ ആനിമൽസ്. വളരെ ചെറിയ ആനിമൽസ്, 1-2 ആനിമൽസിൻ്റെ പേര് നമ്മുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. അതായത് ഷ്രൂസ്, ഹമ്മിങ് ബേർഡ്സ്. ഷ്രൂസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് എലിയാണ്, ചുണ്ടലിയാണ്. അതുപോലെ തന്നെ ഹമ്മിങ് ബേർഡ്സ് നിങ്ങൾക്കറിയാം, ഏറ്റവും ചെറിയ ബേർഡ്സ് ആണ്. ഇത്തരം ബേർഡ്സ് അല്ലെങ്കിൽ ഷ്രൂസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ വളരെ ചെറിയ ആനിമൽസ് ആണ്.
ഇവരുടെ ബോഡിയിൽ തെർമോ റെഗുലേഷൻ നടത്തി അവർ റെഗുലേറ്റേഴ്സായി ഇരിക്കണമെങ്കിൽ അവർ കൂടുതൽ എനർജി കണ്ടെത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇവർ വളരെ ചെറിയ ആനിമൽസ് ആയതുകൊണ്ട് ഇവർ വളരെ കുറച്ച് ഫുഡായിരിക്കും കഴിക്കുന്നത്. ആ ഫുഡിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റുന്ന എനർജിക്ക് ഒരു പ്രത്യേക അളവുണ്ട്. ആ ഫുഡിൽ നിന്നും കിട്ടുന്ന എനർജി പൂർണ്ണമായിട്ടും അവരുടെ ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാവുന്നില്ലേ? അധികം നമുക്ക് എനർജി എക്സ്പെൻസ് ചെയ്യാൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആനിമൽസ് ഒക്കെ ഇപ്പോഴും എന്തായിട്ട് തന്നെ സർവൈവ് ചെയ്യുന്നു? കൺഫേമേഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവർ ഇവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഇവല്യൂഷണറി ബയോളജിസ്റ്റുകൾ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് അവർ കൺഫേമേഴ്സ് ആയി മാറിയില്ലെന്ന് ചോദിച്ചാൽ അവർക്ക് അത്രയധികം എനർജി എക്സ്പെൻസ് ചെയ്യാനില്ല. ഓക്കെ, അതാണ് കാരണം. തെർമോ റെഗുലേഷൻ എന്ന് പറയുന്നത് എനർജറ്റിക്കലി കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അത്രയധികം എനർജി കണ്ടെത്താനുള്ള ശേഷി ഇത്തരത്തിലുള്ള ചെറിയ ആനിമൽസിനില്ല. അതുകൊണ്ട് അവരിപ്പോഴും കൺഫേമേഴ്സ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ വെരി സ്മോൾ ആനിമൽസ് ആർ റെയർലി ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. എന്തുകൊണ്ടാണ് വളരെ ചെറിയ ആനിമൽസ് പോളാർ റീജിയൻസിൽ കാണാത്തത്? വൈ? വെരി സ്മോൾ ആനിമൽസ് ആർ റെയർലി ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്. വളരെ ചെറിയ ആനിമൽസ് കുറച്ചേ ഉള്ളൂ, പക്ഷെ വളരെ റെയർ ആയിട്ട് മാത്രമേ പോളാർ റീജിയൻസിൽ കാണുകയുള്ളൂ. എന്താണ് പോളാർ റീജിയൻ്റെ പ്രത്യേകത? അവിടെ ടെമ്പറേച്ചർ വളരെ കുറവാണ്, അല്ലേ? 0 ഡിഗ്രി ഒക്കെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അവിടെ വളരെ ചെറിയ ആനിമൽസ് റെയർ ആയിട്ട് മാത്രമേ കാണുകയുള്ളൂ. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഡിപ്പെൻഡ് ഓൺ ദി സർഫസ് ഏരിയ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സർഫസ് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അല്ലേ? ഓക്കെ, ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് സർഫസ് ഏരിയ. ഒരു ജീവിയുടെ സർഫസ് ഏരിയ അനുസരിച്ചിരിക്കും അവിടെ ഹീറ്റ് ലോസും ഹീറ്റ് ഗെയിനും എന്ന് പറയുന്നത്. ഹീറ്റ് കിട്ടുകയും ഹീറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. നമ്മൾ വളരെ ചെറിയ ആനിമൽസിനെ കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ സ്മോൾ ആനിമൽസ് ദേ ഹാവ് ലാർജ് സർഫസ് ഏരിയ റിലേറ്റീവ് ടു ദെയർ വോളിയം. അവരുടെ വോളിയം അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് എന്താണ്? സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. സോ ദേ ടെൻഡ് ടു ലോസ് ദ ബോഡി ഹീറ്റ് വെരി ഫാസ്റ്റ്. അവർ വളരെ പെട്ടെന്ന് അവരുടെ ബോഡിയിലുള്ള ബോഡി ഹീറ്റ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. എപ്പോഴാണെങ്കിൽ വെൻ ഇറ്റ് ഈസ് കോൾഡ് ഔട്ട്സൈഡ്. പോളാർ റീജിയനിൽ കോൾഡ് ക്ലൈമറ്റിക് സിറ്റുവേഷൻ അല്ലേ? അപ്പോൾ പുറത്ത് കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇവരുടെ ബോഡിയിലുള്ള ബോഡി ഹീറ്റ് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. എന്ന് മാത്രമല്ല, ദിസ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ദേ ഹാവ് ടു എക്സ്പെൻഡ് മച്ച് എനർജി ടു ജനറേറ്റ് ബോഡി ഹീറ്റ് ത്രൂ മെറ്റബോളിസം. അതുകൊണ്ട് തന്നെ ഇവർ മെറ്റബോളിസത്തിലൂടെ കൂടുതൽ എനർജി കണ്ടെത്തേണ്ടി വരും. ഇത്തരം റീസൺ കൊണ്ടാണ് പലപ്പോഴും വളരെ ചെറിയ ആനിമൽസ് എവിടെ കാണാത്തത്? പോളാർ റീജിയൻസിൽ കാണാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം ആനിമൽസിൻ്റെ പ്രത്യേകത ദേ ആർ ഹാവിങ് ലാർജ് സർഫസ് ഏരിയ റിലേറ്റീവ് ടു ദെയർ വോളിയം. അവരുടെ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. ദേ ടെൻഡ് ടു ലോസ് ബോഡി ഹീറ്റ് വെരി ഫാസ്റ്റ്. വളരെ പെട്ടെന്ന് അവർ ബോഡി ഹീറ്റ് നഷ്ടപ്പെടുത്തും. എപ്പോൾ? വെൻ ദ സിറ്റുവേഷൻസ് ഔട്ട്സൈഡ് ഈസ് വെരി ലോ ടെമ്പറേച്ചർ. അതായത് പുറത്തുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ പുറത്തുള്ള സിറ്റുവേഷൻസ് കോൾഡ് സിറ്റുവേഷൻ ആണെങ്കിൽ ഇവരുടെ ബോഡിയിൽ നിന്നും വളരെ പെട്ടെന്ന് എന്താ പറയുക ഹീറ്റിന് നഷ്ടമുണ്ടാകും. അപ്പോൾ ഇത്തരം അനിമൽസ് എന്ത് ചെയ്യേണ്ടി വരും? അവർ കൂടുതൽ എനർജി എക്സ്പെൻസ് ചെയ്യേണ്ടി വരും അവരുടെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് റീസൺ. ഓക്കെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് എനിക്ക് കൺഫേമേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ടും റെഗുലേറ്റേഴ്സും കൺഫേമേഴ്സുമാണ്. പിന്നീട് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ, അതായത് ടെമ്പററി ആയിട്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റു ചില റെസ്പോൺസിലേക്കും നയിക്കാറുണ്ട്. ചില ആനിമൽസ്, ചില ബേർഡ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? മറ്റ് പല രീതിയിലും അത്തരത്തിലുള്ള എബയോട്ടിക് ഫാക്ടേഴ്സിനോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള 2 റെസ്പോൺസുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മൈഗ്രേറ്റ് ആൻഡ് സസ്പെൻഡ്. നിങ്ങൾക്കറിയാം എന്താണ് മൈഗ്രേഷൻ എന്നല്ലേ? ദേശാടനം. നിങ്ങൾ ദേശാടന പക്ഷികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും.
അല്ലേ? അതായത് ഈ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി ബേർഡ്സ് ആണ് കൂടുതലും. ദേ ആർ ആക്ച്വലി മൂവ് ടെമ്പററിലി ഫ്രം സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് ടു ദ മോർ ഹോസ്പിറ്റബിൾ കണ്ടീഷൻസ്. അതായത് തങ്ങൾ ജീവിക്കുന്ന സിറ്റുവേഷനിൽ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വരുമ്പോൾ, അതായത് കൊടും തണുപ്പൊക്കെ വരുമ്പോൾ അവർ ചെയ്യുന്നത്, അവർ കിലോമീറ്ററുകളോളം ആംബിയൻ സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റബിൾ സിറ്റുവേഷൻസിലേക്ക് പറക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ആർട്ടിക് ടേൺ പോലെയുള്ള ദേശാടന പക്ഷികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് പറന്ന് സ്യൂട്ടബിൾ ക്ലൈമറ്റിക് സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്, ദേശാടനം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരം ബേർഡ്സ് അവരുടെ യഥാർത്ഥ സിറ്റുവേഷനിൽ നിന്നും അവരുടെ യഥാർത്ഥ രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്? അവരുടെ സ്ഥലത്ത് സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്, അവരുടെ ബോഡി സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷനാണ്, അത്തരത്തിലുള്ള ക്ലൈമറ്റിക് സിറ്റുവേഷനാണ് അവിടെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് അവരെന്ത് ചെയ്യും? അവിടെ നിന്നും പറന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. അവർ വരുന്നതിന് പ്രധാനമായിട്ടും 2 പർപ്പസാണ്. ഒന്ന്, ആ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടുക, അതുപോലെ തന്നെ അവർക്ക് റീപ്രൊഡക്ഷൻ നടത്തുക. അവിടുത്തെ ആ ഒരു കോൾഡ് ക്ലൈമറ്റ് സിറ്റുവേഷനിൽ അവർക്ക് മുട്ടയിട്ട് വിരിയിച്ച് പുതിയ ബേർഡ്സിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടിയൊക്കെ അവർ നമ്മുടെയൊക്കെ നാടുകളിലേക്ക് വരാറുണ്ട്. പലപ്പോഴും കേരളത്തിലൊക്കെ ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്നതായി നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിൽ വന്നതിന് ശേഷം ഇവിടെ ജീവിച്ച് മുട്ടയിട്ട് അല്ലേ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയായി ഒരു പറക്കാറൊക്കെ ആവുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ഹോം സിറ്റുവേഷനിലേക്ക്, അവരുടെ യഥാർത്ഥ രാജ്യത്തേക്ക് തിരിച്ചു പോകും. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കിനെ കുറിച്ച് നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. അതായത് കേലാഡോ നാഷണൽ പാർക്ക്, ഭരത്പൂർ, രാജസ്ഥാൻ. ഇറ്റ് ആക്ച്വലി ഹോസ്റ്റ് thousands of migratory birds from Siberia. സൈബീരിയയിൽ നിന്നും ഓരോ വർഷവും ആയിരക്കണക്കിന് മൈഗ്രേറ്ററി ബേർഡ്സുകളാണ് എവിടെ എത്തുന്നത്? കൈലാഡോ നാഷണൽ പാർക്കിൽ, രാജസ്ഥാനിൽ എത്തുന്നത് എന്ന കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി പഠിക്കണം. അവസാനത്തെ ഒരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് സസ്പെൻഡ്. അതായത് ചില ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ തന്നെ അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടി തിക്ക് വോൾഡ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്ക് അവരുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ മാറ്റിവെക്കുന്ന ഒരു മെത്തേഡാണ്. പല പ്ലാന്റ്സും പല ആനിമൽസും ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെ ആണെങ്കിൽ തിക്ക് വോൾഡ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ ക്ലാസ് +1 എൻഡോസ്പോർ ഫോമേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ഒരു മെത്തേഡാണ് എൻഡോസ്പോർ ഫോമേഷൻ. തിക്ക് വോൾഡ് സ്പോറുകൾ ഫോം ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഫോർ സർവൈവിങ് ദാറ്റ് അൺഫേവറബിൾ കണ്ടീഷൻ, പ്രതികൂലമായ സാഹചര്യം തരണം ചെയ്യുക. പ്ലാന്റ് കിങ്ഡത്തിൽ നിങ്ങൾ പലപ്പോഴും കഴിഞ്ഞ വർഷം പലതരത്തിലുള്ള മോർഫോളജിക്കൽ മോർഫോളജി പാർട്ടിൽ നമ്മൾ പലപ്പോഴും റൂട്ട് മോഡിഫിക്കേഷനും അതുപോലെ സ്റ്റെം മോഡിഫിക്കേഷനും ഒക്കെ പഠിച്ചു. അവിടെ നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു സ്റ്റെം മോഡിഫിക്കേഷനാണ് റൈസോം. ഓർമ്മയുണ്ടോ? റൈസോം, അതായത് ജിഞ്ചറും ടർമറിക്കും ഒക്കെ റൈസോമുകളാണ്. ഈ റൈസോം എന്ന് പറയുന്നതും ആക്ച്വലി എന്താണ്? ഒരു ടൈപ്പ് അഡാപ്റ്റേഷനാണ്. അതായത് അൺഫേവറബിൾ കണ്ടീഷനെ തരണം ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷനാണ്. എന്ന് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഇതുപോലുള്ള ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ തങ്ങളുടെ ബോഡി ഫങ്ഷൻസ് ടെമ്പററി ആയി സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഫിനോമിനനാണ് സസ്പെൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്യുക. ഇവിടെ നമുക്ക് പറയാൻ പ്രധാനമായിട്ടും 3 പ്രോസസ്സുകളുണ്ട്. ഒന്ന് ഹിബർനേഷൻ. ഹൈബർനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളതിനെ വിന്റർ സ്ലീപ്പ് എന്ന് പറയും. അതായത് വിന്റർ സമയമാകുമ്പോൾ ചില ബിയർ ഒക്കെ എന്ത് ചെയ്യും? പ്രധാനമായിട്ടും ചില ബിയറുകളൊക്കെ എന്ത് ചെയ്യും? അവർ അഗാധമായ ഒരു ഉറക്കത്തിലേക്ക് വീഴും. ആ സമയത്ത് അവരുടെ ബോഡി ഫങ്ഷൻസ്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പറായി നടക്കണമെന്നില്ല. ടെമ്പററി ആയിട്ട് ഒന്ന് സസ്പെൻഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവർ വീണ്ടും ആക്റ്റീവ് ആകും. അപ്പോൾ അത്തരത്തിൽ വിന്റർ സ്ലീപ്പിന് വിളിക്കുന്ന പേരാണ് ഹൈബർനേഷൻ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്നെയിൽ അതുപോലെ ചില ഫിഷസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സമ്മർ സ്ലീപ്പ് ഉണ്ട്. സമ്മർ സീസണിൽ അവർ കുറേ കാലം ഉറക്കത്തിലായിരിക്കും. ആ സമയം അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ റേറ്റൊക്കെ വളരെ കുറവായിരിക്കും. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏസ്റ്റിവേഷൻ. ഇതൊരു ടൈപ്പ് സസ്പെൻഡഡ് ഡെവലപ്മെൻ്റ് ആണ് ഏസ്റ്റിവേഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം മോർഫോളജിയിൽ ഒരു ഏസ്റ്റിവേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഇൻ എ ഫ്ലവർ ബഡ് അല്ലേ? ഫ്ലവർ ബഡിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ്. അതല്ല ഇവിടെ നമ്മൾ ഇക്കോളജിയിൽ പറയുന്ന ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത് സമ്മർ സ്ലീപ്പിനാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സൂപ്ലാങ്ക്ടൺസ് എന്നറിയപ്പെടുന്ന യൂണിസെല്ലുലാർ ആനിമൽസ് പലപ്പോഴും ലേക്കുകളിലും പോണ്ടുകളിലും ഒക്കെ അവർ പ്രധാനമായിട്ടും ഒരു സസ്പെൻഡഡ് ഡെവലപ്മെന്റിലേക്ക് പോകാറുണ്ട്. പ്രതികൂലമായ സാഹചര്യം ആകുമ്പോഴേക്കും അവർ സസ്പെൻഡഡ് ഡെവലപ്മെന്റ് നടത്താറുണ്ട്. അവിടെ നമ്മൾ കാണുന്ന ആ ഒരു സസ്പെൻഡഡ് ഡെവലപ്മെന്റിന് വിളിക്കുന്ന പേര് ഡയാപ്പോസ് എന്നാണ്. എന്താ വിളിക്കുക? ഡയാപ്പോസ്. കുട്ടികളെ, ഇത്രയുമാണ് എനിക്ക് റെസ്പോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. അതായത് റെസ്പോൺസ് ഓഫ് ഓർഗാനിസംസ് ടുവേഴ്സ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ഇങ്ങനെ പല രീതിയിലും എബയോട്ടിക് ഫാക്ടറുകളോട് ഓർഗാനിസംസ് പ്രതികരിക്കാറുണ്ട്, റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. We will meet again with another session. Till then, goodbye.